ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് വന്ന ഇലക്ട്രോണിക്സ് എന്ന പേപ്പറാണ്. അത്യാവശ്യം എളുപ്പമുള്ള പേപ്പറാണ്. ഓക്കെ. കമ്പാരിറ്റീവ്ലി നമുക്ക് കഴിഞ്ഞത് അത്യാവശ്യം എളുപ്പമുള്ള പേപ്പർ തന്നെയാണ്. അത് നമുക്ക് മെക്കാനിക്സ് അതുപോലെ നമുക്ക് ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് അതൊക്കെയാണ് നമുക്ക് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അതുമായിട്ട് വലിയ ഒരു ബന്ധമില്ല ഇതിന്. ഇതൊരു പുതിയ ടോപ്പിക്കാണ് നമ്മുടെ ഇലക്ട്രോണിക്സ്. അപ്പോൾ അതുമായിട്ടുള്ള പ്രാക്ടിക്കൽസിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽസ് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് മാക്സിമം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയ പ്രാക്ടിക്കൽസ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഐ കിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു കിറ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ഡിസ്കസ് ശ്രമിക്കാം. പ്രാക്ടിക്കൽസ് നമുക്ക് നോക്കാം. ദെൻ അതുപോലെ നമുക്ക് തിയറി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. ദെൻ നമുക്ക് വന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് വന്നിട്ട് VK മെത്തേഡ് ഇലക്ട്രോണിക്സ് ആ ഒരു ടെക്സ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ നോട്ട്സ് ഓക്കെ. അപ്പോൾ നോട്ട്സ് നമുക്ക് ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ അല്ല. നമുക്കൊരു 1 or 2 വീക്സിന് നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും നോട്ട്സ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പഠിച്ചു പോവുക മാക്സിമം. നമുക്ക് ടോപ്പിക് അതിന് മുമ്പ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. മാക്സിമം കവർ ചെയ്യാൻ പറ്റും. നോട്ട്സ് നമ്മൾ അവൈലബിൾ ആ സമയത്ത് നമുക്ക് സൈറ്റിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് റെക്കോർഡ് സെക്ഷൻ കാണുന്ന രീതി പറഞ്ഞു തന്നെയാണ്. അപ്പോൾ പുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ നമ്മുടെ മുൻപത്തെ ഇവിടെ രജിസ്റ്റേർഡ് യൂസറിൽ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ FIUGP ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ആദ്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ അതിൽ FIUGP ക്ലിക്ക് ചെയ്യുക. FIUGP ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ സെമസ്റ്റർ 2 ക്ലിക്ക് ചെയ്താൽ മതി. ഇലക്ട്രോണിക്സ് 1 എന്ന പേപ്പറാണ്. ഇപ്പോൾ ഇതിൽ കറന്റ്ലി അവൈലബിൾ അല്ല. റെക്കോർഡ് സെക്ഷൻ അപ്ലോഡ് ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇപ്പോൾ റെക്കോർഡ് അപ്ലോഡ് ആവുന്ന സമയത്ത് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മെയിൽ ഐ ഡി നിങ്ങൾ ഈ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്ത സമയത്ത് ഏത് മെയിൽ ഐ ഡിയാണ് തന്നിട്ടുള്ളത് ആ മെയിൽ ഐ ഡി അതിൽ ചൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ. ഇതുപോലെ മെയിൽ ഐ ഡി അവിടെ ചോദിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് മെയിലാണോ നമുക്ക് തന്നിട്ടുള്ളത് ആ മെയിലിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് അവിടെ വ്യൂ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ സെം 1ന്റെ ക്ലാസ് ആയിരുന്നു. ഓക്കെ. നമുക്കിപ്പോൾ സെം 2ൻ്റെത് ഉടനെ തന്നെ അവൈലബിൾ ആവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് റെക്കോർഡ് സെക്ഷൻ കാണേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ റെക്കോർഡ് സെക്ഷൻ ഇതിൽ അവൈലബിൾ ആവും. പിന്നെ ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ഇതിനകത്തായിരിക്കും അവൈലബിൾ ആവുന്നത്. സിലബസ് ഇവിടെ ആയിരിക്കും. ഓക്കെ. എന്തെങ്കിലും അപ്ഡേഷൻ ഉള്ള സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെം പേപ്പർ വന്നിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ഇലക്ട്രോണിക്സ്. അപ്പോൾ നമുക്ക് നിങ്ങൾ 12ൽ പഠിച്ച കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ. ഒരുപാട് പുതുതായിട്ടൊന്നും ഇതിൽ വരുന്നില്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾ +2ലൊക്കെ പഠിച്ച കാര്യമാണ്. കറക്റ്റായിട്ടൊന്ന് ഡീപ്പായിട്ടൊന്ന് അറിയുക. അതാണ് നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ. ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ പ്രീ റിക്വസൈറ്റ്സ് മീൻസ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാന്നുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ പ്രൊവിഷൻസ് വേണം. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഫിസിക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എങ്ങനെയാണ് ബേസിക് സർക്യൂട്ട്സ് അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ. ഒരു ഫിസിക്സ് എന്തെങ്കിലും സെലക്ട് ചെയ്യുന്ന കുട്ടിക്ക് എന്തായിരിക്കും കറക്റ്റായിട്ട് എന്തായിരിക്കും ഫിസിക്സിൽ നമുക്ക് ഒരു സർക്യൂട്ടിനെ കുറിച്ചും ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ. എങ്ങനെ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ആ ഒരു PN ജംഗ്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടി ഇത് റിവേഴ്സ് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോഴത്തെ സിലബസ് എന്ന് പറയുമ്പോൾ അതുമായിട്ടൊന്ന് ഇന്റർലിങ്ക് ചെയ്യണം അവർ വരുന്നത്. ഓക്കെ. അവിടെ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് സിലബസുകൾ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് ആദ്യം ഒന്ന് ബിഗിനിങ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ കോഴ്സ് സമ്മറി വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഇലക്ട്രോണിക്സിലും അതുപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്താണ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക്സ് മീൻസ് നമുക്കറിയാം ഈ വയേഴ്സ്, ലൈറ്റ് ഇതൊക്കെ വരുന്നത് നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഒരു കൺസെപ്റ്റ് നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസസ്, കമ്പോണൻസ് അതൊക്കെ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മീൻസ് നമുക്ക് അവിടെ ലോജിക് സർക്യൂട്ട്സ് ഒക്കെയാണ് വരുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യാനും അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ലോജിക് സർക്യൂട്ട്സ്, ബൈനറി ഡിജിറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ അതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ ടോപ്പിക്സ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ആണ്, നമ്മുടെ സെമി കണ്ടക്ടർ ബേസ് ചെയ്താണ് ചാപ്റ്റേഴ്സ് പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ കോഗ്നിറ്റീവ് ലെവൽ അതുപോലെ തന്നെ ഇതിൽ ഓരോ ടോപ്പിക്കും ഇതനുസരിച്ച് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അങ്ങനെ ഓരോ മെത്തേഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഓരോ ടോപ്പിക്ക് നിങ്ങൾക്ക് സിലബസ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും ആ ഒരു രീതിക്കായിരിക്കും. അപ്പോൾ നമ്മൾ അത് ബേസ് ചെയ്ത ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഓക്കെ. ഇതാണ് നമ്മുടെ സിലബസിന്റെ ഫസ്റ്റ് യൂണിറ്റ് സെമി കണ്ടക്ടർ ഫിസിക്സ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാലോ, നമുക്കൊരു മെറ്റൽസ് നമ്മുടെ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ക്ലാസിഫൈ ചെയ്യുന്നു, സോളിഡ്സ് നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. നിങ്ങൾക്ക് അറിയായിരിക്കും സെമി കണ്ടക്ടേഴ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. കാരണം സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മുടെ ഇലക്ട്രോണിക്സിൽ ഇത്രത്തോളം
അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് സഹായിച്ചത്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഏതായാലും നമ്മുടെ മൊബൈൽ ആയാലും ലാപ്പ് ആയാലും അല്ലെങ്കിൽ എന്ത് സിസ്റ്റം ആയാലും നമുക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് എന്താണ്? സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ് ഇത്രയും സൈസ് കുറയ്ക്കാൻ സഹായിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെമി കണ്ടക്ടർ ഡിവൈസസിനെ കുറിച്ചും എന്താണ് സെമി കണ്ടക്ടർ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? പി എൻ ജംഗ്ഷൻ എങ്ങനെ ഫോർമേഷൻ ചെയ്യാമെന്ന് നമ്മുടെ നോക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് ആണ് ഈ ബ്രേക്ക് ഡൗൺ നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് വെച്ചാൽ നമുക്കതിൽ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് വരുന്നുണ്ട്. അതിൽ 2 ഡയോഡ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, LED അതുപോലെ തന്നെ ഫോട്ടോ ഡയോഡ്സും. ഇത് മാത്രമല്ല ഇതിൽ കൂടുതലായിട്ട് നമുക്ക് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് 2 എണ്ണമാണ് വരുന്നത്, LEDസും ഫോട്ടോ ഡയോഡും. ഓക്കെ, അപ്പോൾ റെഫറൻസ് ടെക്സ്റ്റ് നമ്പറിൽ പേജ് നമ്പർ 5.1 to 5.19. ഓക്കെ, ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് ഞാൻ ഇത് ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ആ ഒരു സമയം നോക്കിയാലും മതി. ഇല്ല, ടെക്സ്റ്റ് ഇപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പോർഷൻസ് നോക്കാം, 5ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് വരുന്നത്, ഫസ്റ്റ് ഈ ഒരു സെക്ഷൻ. ഓക്കെ, അത് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി അറേഞ്ച് ചെയ്തിട്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് അതിനെ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പ്രിന്റ് എടുക്കുന്ന സമയത്ത് അത് എടുത്താലും മതിയാവും. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് ഡയറക്റ്റ് ഇപ്പോൾ പ്രിന്റ് എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ നമ്മൾ ആ നോട്ട്സ് തരുന്ന സമയത്ത് അത് പ്രിന്റ് എടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ അതിലെല്ലാം വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വെച്ചാൽ നമ്മുടെ സെമി കണ്ടക്ടറിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നതിന്റെ എല്ലാം അപ്ലൈയിങ് ലെവലാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, നമ്മളിവിടെ പഠിച്ച കോൺസെപ്റ്റും തിയറീസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് റെക്ടിഫയേഴ്സ്, ദെൻ ഫുൾ വേവ്, ഹാഫ് വേവ്. ഈ റെക്ടിഫയർ സർക്യൂട്ട്സ് മീൻസ് നമുക്ക് ഇവിടെ AC DC കൺവേർട്ട് ചെയ്യേണ്ട യൂസിങ് സർക്യൂട്ട്സ് ആണ് റെക്ടിഫയേഴ്സ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡൊക്കെ യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്ടിഫയർ സർക്യൂട്ട്സ് നിർമ്മിക്കുന്നത്. അപ്പോൾ എന്താണ് റെക്ടിഫയേഴ്സ്, എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അതെല്ലാം നമ്മളോട് നോക്കും. പിന്നെ ഫിൽറ്റർ സർക്യൂട്ട്സ് എന്താണ്, ദെൻ ഡയോഡ്സ്, വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഓക്കെ, അപ്പോൾ അത്തരം ടോപ്പിക്സ് അതിൽ നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, മൂന്നാമത്തെ യൂണിറ്റ് മീൻസ് നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ട്രാൻസിസ്റ്റേഴ്സ്? ഈ ട്രാൻസിസ്റ്റേഴ്സ് മീൻസ് നമ്മുടെ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ്സിന്റെ കോമ്പിനേഷൻ ആണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ്, ദെൻ ട്രാൻസിസ്റ്റർ കണക്ഷൻ. അത്യാവശ്യം നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സും ഒരുവിധം ഈസിയാണ്. പിന്നെ ട്രാൻസിസ്റ്റേഴ്സിൽ വരുന്ന സമയത്ത് നമ്മൾ 2 ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചതിന് എന്ത് ചെയ്യാൻ പറ്റൂ? മൂന്നാമത്തെ ചാപ്റ്റർ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെയാണ് ആംപ്ലിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിലെ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജസ് എന്താണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ ബയാസിംഗ് മെത്തേഡ്സ് നമുക്ക് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഔട്ട്ലൈൻ പോലെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ പിന്നീട് വരുന്ന നമ്മളെ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ തൊട്ട് 3rd ചാപ്റ്റർ വരെ നമ്മൾ നോർമൽ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇനി 4th ചാപ്റ്റർ മീൻസ് അവിടെ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബൈനറി നമ്പേഴ്സ്, ഡെസിമൽ നമ്പേഴ്സ്, ഹെക്സാ ഡെസിമൽ നമ്പേഴ്സ്, പിന്നെ BCD കോഡ്സ് നമ്മളിവിടെ പഠിക്കാനായിട്ട് വരുന്നത്. ഇതിന്റെ ബാക്കി ഇത് നിങ്ങൾ ബാക്കി വരുന്ന സെമസ്റ്ററിൽ പഠിക്കും. ഇത് ഫണ്ടമെന്റൽ ബേസിക് മാത്രമേ ഉള്ളൂ. കുറച്ചൊരു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് UG ലെവലിൽ എന്ത് ചെയ്യാനുണ്ട്, ഇത് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കാനായിട്ട് വരുന്നത്. നിങ്ങൾ വരുന്ന സെമസ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ടോപ്പിക് വരുന്നത്. പിന്നെ വരുന്ന പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണ്. അപ്പോൾ പ്രാക്ടിക്കൽ സെക്ഷൻസ് എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച ആ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ പ്രാക്ടിക്കൽസും അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോഴ്സിന്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്, സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സെമി കണ്ടക്ടേഴ്സ് നോക്കണം. അപ്പോൾ അതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ മെറ്റീരിയൽസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു എന്താണ്, മെറ്റീരിയൽസ് മീൻസ് നമ്മുടെ ആ ഒരു എന്താ ബേസ്ഡ് ഓൺ ദ കണ്ടക്ഷൻ പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് സോളിഡ് ലിക്വിഡ് ഗ്യാസസ് ഉണ്ട്, അതല്ല പറയുന്നത്. കണ്ടക്ഷൻ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയൽസിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് അറിയാനുള്ള കേസ് തന്നെ, എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ കണ്ടക്ടർ, സെക്കൻഡ് വൺ എന്താണ്, ഇൻസുലേറ്റർ, ആൻഡ് തേർഡ് വൺ എന്താണ്, സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കണ്ടക്ടേഴ്സ് എന്താണ്. കണ്ടക്ടേഴ്സ് മീൻസ്, കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്ന അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ഷൻ സഹായിക്കുന്ന എല്ലാ മെറ്റൽസിനെയും നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ എലമെന്റ്സിനും എന്ത് പറയാൻ പറ്റും, കണ്ടക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇതുവഴി എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കറണ്ട് കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് നമുക്ക് മെറ്റൽസ് എടുക്കാം. ഓക്കെ, മെറ്റൽസ് എല്ലാം എന്താണ്, മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, വിച്ച് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഹീറ്റിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും കണ്ടക്ഷൻ ആണ്. എന്തുകൊണ്ട് കണ്ടക്ഷൻ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് നമുക്ക് എനർജി ബാൻഡ്സ് ഉണ്ട്. എനർജി ബാൻഡ്സിൽ ഇവിടെ നമുക്ക് വാലൻസ് ബാൻഡും ഉണ്ട്,
ഓക്കെ. വാലൻസ് ബാൻഡ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ. ഇവിടെ എന്തുണ്ട്? കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടക്ടറിന്റെ കേസ് നോക്കുമ്പോൾ ഓക്കെ കണ്ടക്ടറിന്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്തായിരിക്കും? അവിടെ ഓവർലാപ്പ്ഡ് ആയിരിക്കും. കണ്ടോ? ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എനർജി ഗ്യാപ്പ് ഒന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ എന്ത് നടക്കുന്നു? കറന്റ് കണ്ടക്ഷൻ അവിടെ പോസിബിൾ ആകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ മെറ്റൽസ് ആണ്. മെറ്റൽസിന് എക്സാമ്പിൾ അറിയാമായിരിക്കുമല്ലോ. കോപ്പർ, അയൺ, ഗോൾഡ്, സിൽവർ, അലുമിനിയം ഇതെല്ലാം എന്താണ് നമുക്ക് മെറ്റൽസിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഓക്കെ ആണല്ലോ മെറ്റൽസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടക്ടറിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ഇത് വേണ്ട. ശരിക്കും ഇത്രയും തന്നെ നമുക്ക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ ടോപ്പിക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കോടാണ് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു എന്താ ഒരു പ്രീ റിക്വസൈറ്റ് പോലെ പറയുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഓക്കെ. അപ്പോൾ കണ്ടക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ് ഓവർലാപ്പ്ഡ് ആയിട്ടുള്ള എന്ത് വരുന്നുണ്ട്? കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത് വരുന്നത് എന്ത്? ഇൻസുലേറ്റേഴ്സ്. ഓക്കെ. ഇൻസുലേറ്റേഴ്സ് നമുക്കറിയായിരിക്കും. എന്താണ്? കറന്റിനെ കടത്തിവിടാത്തവയെ നമ്മൾ എന്ത് പറയുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻസുലേറ്റേഴ്സ് ആർ ദ മെറ്റീരിയൽ വിച്ച് ഡസൻറ് അലോ ദ പാസേജ് ഓഫ് കറന്റ്. ഓക്കെ. പാസേജ് ഓഫ് കറന്റ് എന്ത് ചെയ്യുന്നില്ല? അവിടെ അലോ ചെയ്യുന്നില്ല. കാരണം ഇവരുടെ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ഫോർവേഡ് എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ബാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രോൺസിനെ പെട്ടെന്ന് ഈസിലി അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് സംഭവിക്കും? അവിടെ ഇതിന് കറന്റ് കണ്ടക്ഷൻ പോസിബിൾ അല്ല. ഓക്കെ. കറന്റ് കണ്ടക്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ അത്തരം മെറ്റീരിയൽസ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് അറിയായിരിക്കുമല്ലോ. പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ് ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ഒരു സെർട്ടൈൻ കണ്ടീഷൻ വരെയാണ് നമുക്ക് ഇൻസുലേറ്റേഴ്സ് കറന്റ് കണ്ടക്ഷൻ നടത്താത്തത്. അതായത് നമുക്ക് ഈ വുഡൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ വുഡും കറന്റ് കണ്ടക്ഷൻ നടത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വുഡിലൊക്കെ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ച് ചില സമയത്ത് എന്ത് ചെയ്യും? കറന്റ് കണ്ടക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വൈദ്യുതി ലൈനിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു എന്താ കമ്പ് വെച്ച് തട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഷോക്ക് ഏറ്റു എന്ന് കേട്ടില്ലേ വാർത്തയില്? അപ്പോൾ അതിന്റെയൊക്കെ പ്രോബ്ലം എന്താണ്? ഇതുപോലെയാണ് ശരിക്കും അതിന്റെ ഈ ഒരു റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും? വെറ്റ് സർഫേസ് ആണെങ്കിൽ വെറ്റ്‌നെസ് ഉള്ള സമയത്ത് മോയ്സ്ചർ ഉള്ള സമയത്താണെങ്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടക്ടേഴ്സ് പെർഫെക്റ്റ് കണ്ടക്ടർ ആണ് സോറി ഇൻസുലേറ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പറയുമ്പോൾ സമയത്ത് എന്ത് പറയാം? വുഡൊക്കെ ഒരു ഇൻസുലേറ്റേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ. നോർമലി ഒരു ഇൻസുലേറ്റർ ആണ്. ഓക്കെ. അത്. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ പറഞ്ഞു. ഇത് നല്ലൊരു കണ്ടക്ടർ ആണ്. ഇത് നോട്ട് എ കണ്ടക്ടർ. പക്ഷേ ഈ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും ഇതിന്റെ കണ്ടക്ഷൻ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എനർജി ഗ്യാപ്പ് തമ്മിൽ ഒരു വലിയൊരു വ്യത്യാസമില്ല. ഓവർലാപ്പ്ഡും അല്ല എന്ന വലിയൊരു വ്യത്യാസമില്ല. ഒരു ചെറിയ സ്ലൈറ്റ് ചേഞ്ച് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ അവിടെ നമുക്ക് വരുന്നത്. അതായത് ഒരു സഫിഷ്യന്റ് ടെമ്പറേച്ചർ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഫിഷ്യന്റ് ടെമ്പറേച്ചർ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ഈ എനർജി ഗ്യാപ്പ് ഇവിടെ കുറയുകയും ഈ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നേരെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്? നെയ്തർ എ കണ്ടക്ടർ നോർ ആൻ ഇൻസുലേറ്റർ. അതായത് ഒരു ഇൻസുലേറ്ററും അല്ല എന്നാൽ ഒരു കണ്ടക്ടറും അല്ല. ഓക്കെ. അപ്പോൾ സെമി കണ്ടക്ടർ മീൻസ് എന്താണ്? രണ്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന ഒരു കേസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെയ്തർ എ കണ്ടക്ടർ നോർ എ ഇൻസുലേറ്റേഴ്സ്. ഓക്കെ. അതായത് ഇതിന്റെ റെസിസ്റ്റൻസ് ശരിക്കും ഈ കറന്റ് കണ്ടക്ഷൻ നടത്താത്തതിന്റെ വേറെ റീസൺ മീൻസ് അതിന്റെ റെസിസ്റ്റൻസ് ആണ്. ഇന്റർണൽ റെസിസ്റ്റൻസ് ആണ് അതിന്റെ റീസൺ. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ശരിക്കും കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി അവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്തരം മെറ്റീരിയൽസ് നമ്മൾ എന്ത് പറയുന്നത്? സെമി കണ്ടക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. വെൻ ദ കണ്ടക്ഷൻ സ്റ്റേറ്റ് വിച്ച് ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ദാറ്റ് മെറ്റീരിയൽസ് ആർ കോൾഡ് ടു ബി സെമി കണ്ടക്ടേഴ്സ്. നമുക്ക് അതിന് എന്തെന്നറിയപ്പെടാം? സെമി കണ്ടക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടി അതായത് ഈ കണ്ടക്ടർ മീൻസ് ഒന്നുകിൽ കംപ്ലീറ്റ് സമയത്ത് കണ്ടക്ട് ചെയ്യുക. ഇൻസുലേറ്റർ മീൻസ് കണ്ടക്റ്റും ചെയ്യുന്നില്ല. നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അതായത് ഈ കണ്ടക്ടറിന്റെ കണ്ടക്ഷനോ ഇൻസുലേറ്ററിന്റെ ആ ഒരു ബ്ലോക്കിംഗ് കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലാണ്ട് നമുക്കത് കുറച്ചുകൂടി ആപ്ലിക്കേഷനിലോട്ട് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇവരുടെ ഈ ഒരു കണ്ടക്ഷൻ പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതവിടെ ഒരു ഗുഡ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഗുഡ് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇത്തരം സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ എന്തിലോട്ട് കൊണ്ടുവന്നു? നമ്മുടെ ആപ്ലിക്കേഷനുള്ളിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്? പി-എൻ ജംഗ്ഷൻ ഡയോഡുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ. എന്ത് ഫോം ചെയ്തു? പി-എൻ ജംഗ്ഷൻ ഡയോഡുകൾ ഫോം ചെയ്തു. ഈ പി-എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്തിട്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് നമ്മൾ എന്തിലോട്ട് മാറ്റി? അതിനെ ട്രാൻസിസ്റ്റേഴ്സിലോട്ട് മാറ്റി. ഓക്കെ. ട്രാൻസിസ്റ്റേഴ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്.
പി എൻ ജംഗ്ഷൻ ഡയോഡുകളുടെ കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജംഗ്ഷൻ വരുന്ന സമയത്താണ് അത് എന്തായിട്ട് മാറുന്നത്, ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ BJT എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതായത് പി എൻ ജംഗ്ഷനെ സംബന്ധിച്ച് ഒരു ജംഗ്ഷനേ വരുന്നുള്ളൂ, ഇതിൽ എന്ത് ചെയ്യുന്നു, 2 ജംഗ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, എന്താണ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന കുറച്ചുകൂടി മനസ്സിലാവും, ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യുന്നു, ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ട്രാൻസിസ്റ്റേഴ്സ് കോമ്പിനേഷൻ വരുമ്പോൾ എന്തായിട്ട് മാറും, അത് ICs അല്ലെങ്കിൽ മൈക്രോ ചിപ്സ് ആയിട്ട് മാറും. ഓക്കെ, എന്തിലോട്ട് മാറി, IC. ഇത് ഓരോ ടെക്നോളജി വരുംതോറും ഇവരുടെ സൈസ് എന്ത് ചെയ്തു, കുറഞ്ഞു കുറഞ്ഞു വന്നു. നമുക്ക് ബൾക്കി ആയിട്ടുള്ള വാക്യൂം ട്യൂബ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റി, ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റി. ഓക്കെ, മുൻകാലങ്ങൾ വരെ നമ്മൾ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ സ്റ്റേജിലല്ല, ഒരു 90s മുൻപ് വരെ ഓക്കെ, നമ്മൾ വാക്യൂം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റീസെന്റ് നമുക്ക് ചില റേഡിയോസ് ഒക്കെ, നമ്മൾ പഴയ റേഡിയോസ്, നമ്മുടെ ഒരു വിന്റേജ് റേഡിയോസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഡിയോസ് കാണാൻ പറ്റും. അതിനെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോസോ എന്തെങ്കിലും നോക്കിയാൽ മതി. അതിനകത്ത് ബൾക്കി ഒരു നമ്മൾ എന്തുണ്ടായിരുന്നു, അത് ബൾക്കി ആയിട്ടുള്ള വാക്യൂം ട്യൂബ്സ് ഉണ്ട്. വാക്യൂം ട്യൂബ്സിന്റെ സൈസ് ശേഷം ഈ ഒരു സൈസ് വരും. ഞാൻ ഇപ്പോൾ ഈ ഫിഗറിൽ വരച്ച ഈ ഒരു സൈസ് വരും, ഒരു റേഡിയോയ്ക്ക് കത്തിരിക്കുന്ന വാക്യൂം ട്യൂബ്സ്. ഇതാണ് നമ്മൾ വാക്യൂം ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, വാക്യൂം ട്യൂബിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സൈസുള്ള ഒരു വാക്യൂം ട്യൂബ് പോലെ മൾട്ടിപ്പിൾ വാക്യൂം ട്യൂബ്സ് അവിടെ വേണമായിരുന്നു. അപ്പോൾ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ICs വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഒരു ആപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമുക്ക് സെമി കണ്ടക്ടർ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ട്രാൻസിസ്റ്റർ, PN ജംഗ്ഷൻ, IC, ഇതെല്ലാം എന്തിലാണ് വരുന്നത്, സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഫാമിലീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൂടുതലായി നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നത്, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിലോട്ടും PN ജംഗ്ഷനിലോട്ടും ഒക്കെ പോകുന്നതിന് മുൻപേ നമ്മൾ ആദ്യം എന്തറിയണം, എന്താണ് സെമി കണ്ടക്ടർ എന്ന് നമ്മളവിടെ അറിയണം. ഓക്കെ, എന്താണ് അതിന്റെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മളവിടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് PN ജംഗ്ഷനിലോട്ടോ ട്രാൻസിസ്റ്ററിലോട്ടോ പോകാൻ പറ്റില്ല. കാരണം ഈ സെമി കണ്ടക്ടറിൽ തന്നെ ഇനി 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് P ടൈപ്പ് മെറ്റീരിയൽസ് എന്നും N ടൈപ്പ് മെറ്റീരിയൽസ് എന്നും. ഓക്കെ, ആദ്യം നമ്മളിതിനെ ഇൻട്രിൻസിക് എന്നും എക്സ്ട്രിൻസിക് എന്നും ക്ലാസിഫൈ ചെയ്യും. ദെൻ ഇൻട്രിൻസിക് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. എക്സ്ട്രിൻസിക്കിനകത്താണ് നമുക്ക് വീണ്ടും ഫർദർ 2 ക്ലാസിഫിക്കേഷൻ, P ടൈപ്പ് എന്നും N ടൈപ്പ് എന്നും. അപ്പോൾ ആ 2 ക്ലാസിഫിക്കേഷൻ നമ്മളിവിടെ പഠിക്കണം. അപ്പോൾ അതങ്ങനെ ഓരോന്ന് പഠിച്ച് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, PN ജംഗ്ഷനിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ് സെമി കണ്ടക്ടർ എന്നും അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നല്ല ആ ഒരു റിലാക്സ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ടൈം ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ ചോദിക്കാം. ഇല്ല ഇപ്പോൾ ലൈവിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ആ സമയത്ത് റെക്കോർഡിംഗ് ഓഫ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈസ് എ ഹാൻഡ് ഓപ്ഷൻ ഉള്ള ഒരു മീറ്റിൽ അത് പ്രസ് ചെയ്ത് എന്ത് ചെയ്യാൻ മതി, ഡൗട്ട് ചോദിച്ചാൽ മതി. ആ ഒരു സമയത്ത് റെക്കോർഡിങ്സ് ഓഫ് ചെയ്തിരിക്കും. ഓക്കെ, അതുകൊണ്ട് റെക്കോർഡ് ആവുന്ന പേടി വേണ്ട, എന്ത് ചെയ്താൽ മതി, ഡൗട്ട് ഉള്ളവർ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് സെമി കണ്ടക്ടറിനെ കുറിച്ച്, അതിന്റെ കുറച്ചൊരു പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് അവിടെ നോക്കാം. സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടറിൽ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് ദ റെസിസ്റ്റിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് ദ റെസിസ്റ്റിവിറ്റി ബിറ്റ്വീൻ, എങ്ങനെയാണ്, കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. ഓക്കെ, ഇൻസുലേറ്ററിനും കണ്ടക്ടറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് റെസിസ്റ്റിവിറ്റി നിൽക്കുന്ന സബ്സ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നത്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ റെസിസ്റ്റിവിറ്റി റേഞ്ച് എന്ന് വെച്ചാൽ 10⁻⁴ to 0.5 ഓം മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് റെസിസ്റ്റിവിറ്റി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി റേഞ്ച് ദാറ്റ് ഈസ് 10⁻⁴ to 0.5 ആണ് എന്ത് പറയുന്നത്, ഇതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിന് സെമി കണ്ടക്ടേഴ്സ് നമുക്കിപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഉള്ള ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ പാർട്ടിലൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു പാർട്ടിൽ എന്ത് ചെയ്യാം, എന്താണ് സെമി കണ്ടക്ടർ എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് റെസിസ്റ്റിവിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. പിന്നെ എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് ജെർമേനിയം, സിലിക്കൺ, സെലീനിയം, ഇതൊക്കെ എന്താണ്, സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സെലീനിയം, അതിൽ ജെർമേനിയം, സിലിക്കണും ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ജെർമേനിയം, സിലിക്കണും എന്താണ്, കോമൺലി യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതിൽ എന്ത് പറയാൻ പറ്റും, ഇത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെമി കണ്ടക്ടർ ഡിവൈസസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെമി കണ്ടക്ടർ ഡിവൈസസ് നമ്മളവിടെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ജെർമേനിയം എടുക്കാൻ പറ്റും, സിലിക്കൺ എടുക്കാൻ പറ്റും. ഈ സെലീനിയം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ LED ഒക്കെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യാറുണ്ട്. സാധാരണ നോർമൽ ഡയോഡിന്റെയും ട്രാൻസിസ്റ്റേഴ്സിന്റെ ഒക്കെ ഫാബ്രിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു 2 ക്രിസ്റ്റൽസ് ആണ്, ജെർമേനിയവും സിലിക്കണും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നമ്മുടെ
കേസിൽ ഓക്കെ നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോപ്പറിന്റെ റെസിസ്റ്റൻസ് വാല്യൂ വന്നിട്ട് ഏകദേശം ഒരു റെസിസ്റ്റിവിറ്റി വാല്യൂ വന്നിട്ട് 1.7 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ ആണ് വരുന്നത്. ഓക്കെ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി. ഇനി ജെർമേനിയത്തിനെ നോക്കുവാണെങ്കിൽ നമുക്ക് വന്നിട്ട് അത് സെമി കണ്ടക്ടർ ആണ്. സോ അതിന്റെ വന്നിട്ട് എത്ര വരും? ഒരു 0.6 ഓം മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ. എന്നിട്ട് ഗ്ലാസിന്റെ ആണെങ്കിൽ 9 ഇൻറ്റു 10⁻11 ഓം മീറ്റർ വരുന്നു. കണ്ടോ? അപ്പോൾ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതെന്താണ് കണ്ടോ? അതായത് ഇത് കണ്ടക്ടർ. ഓക്കെ ഇത് കണ്ടക്ടർ ആണ്. ഇത് സെമി കണ്ടക്ടർ ആണ്. ഇത് ഇൻസുലേറ്റർ ആണ്. ഗ്ലാസ് പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആണ്. ഗ്ലാസ് പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, കറണ്ട് കണ്ടക്ഷൻ നടത്തില്ല. ഞാൻ നേരത്തെ വുഡിന്റെ കേസ് പറഞ്ഞ പോലെയല്ല ഗ്ലാസ് എന്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. ഓക്കെ ഗ്ലാസ് ഒക്കെ പ്ലാസ്റ്റിക്കും അത്യാവശ്യം ഇൻസുലേറ്റിംഗ് ആണ്. അതിനെക്കാട്ടിയും കുറച്ചുകൂടി ഇൻസുലേറ്റിംഗ് ആണ് ഗ്ലാസും ഈ സെറാമിക് എന്ന് പറയുന്ന കേസുകൾ. ഓക്കെ സെറാമിക്സ് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ ഈ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ഈ പോസ്റ്റിൽ നമ്മളൊരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഒക്കെ അവിടെ ലൈന് വലിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം സെറാമിക് മെറ്റീരിയൽസ് ആണ്. അത് പെട്ടെന്ന് എന്ത് ചെയ്തില്ല കറണ്ട് കണ്ടക്ഷൻ അവിടെ നടത്തില്ല. ഓക്കെ നമ്മുടെ പോസ്റ്റുമായിട്ട് ഇലക്ട്രിക് വയേഴ്സിന് കറണ്ട് കണ്ടക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആ ഒരു ഷേപ്സ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ ഒരു പേരുണ്ട്. കറക്റ്റ് പേര് ഓർക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫിഗർ മനസ്സിലല്ലോ എന്താണ് ആ സാധനം പിടികിട്ടിയല്ലോ. ഓക്കെ അപ്പോൾ അതാണ് ആ ഒരു കേസ്. അതൊന്ന് നോക്കാം. ഓക്കെ അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നു കണ്ടക്ടേഴ്സിന്റെ 1.7 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ, നമ്മുടെ സെമി കണ്ടക്ടേഴ്സിന് 0.6 ഓം മീറ്റർ ആൻഡ് ഗ്ലാസ് ആണെങ്കിലോ 9 ഇൻറ്റു 10⁻11 ഓം മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് അതിന്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് എന്ത് പറയാൻ പറ്റും? ഇത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റിവിറ്റി ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ നിൽക്കുന്നത്. ഓക്കെ അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ ഈ ഒരു റെസിസ്റ്റിവിറ്റി വാല്യൂ മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, നമുക്ക് ഇതിന്റെ ഒരു കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഓക്കെ ഇതിപ്പോ റെസിസ്റ്റിവിറ്റിയുടെ കേസിലാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ. ഓക്കെ റെസിസ്റ്റൻസിന്റെ കേസിൽ മാത്രമല്ല അല്ലാതെയും എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ കുറച്ച് വേരിയേഷൻസ് നമുക്ക് അവിടെ വരേണ്ടി വരും. ഓക്കെ കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് റെസിസ്റ്റൻസ് വാല്യൂ നിൽക്കുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് ഓക്കെയാണ്, പക്ഷേ ഇത് വച്ചിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറണ്ട് കണ്ടക്ഷൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടി മാത്രമല്ല എന്ത് ചെയ്യുന്നത് ഇവിടെ കറണ്ട് കണ്ടക്ഷന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ഷന്റെ ആ ഒരു ട്രാൻസ്ഫറിങ് നമുക്ക് അവിടെ സഹായിക്കുന്നത്. അപ്പോൾ കുറച്ച് എന്തോ പ്രോപ്പർട്ടീസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ അത് നമ്മൾ നോക്കും. അത് ശരിക്കും നമ്മുടെ ഈ സെമി കണ്ടക്ടർ ബോണ്ടിങ് ആണ് നമ്മളിവിടെ നോക്കേണ്ടി വരുന്നത്. ഓക്കെ വാലൻസ് ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റിയും അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ റെസിസ്റ്റിവിറ്റിയുടെ കേസ് വെച്ച് നോക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇൻ ബിറ്റ്വീൻ ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, അത്തരത്തിൽ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. പക്ഷേ ഇത് മാത്രമല്ല മറ്റ് കുറച്ച് ഫാക്ടേഴ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇതിനവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ദെൻ ഇതിൽ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ വാട്ട് ഈസ് എ സെമി കണ്ടക്ടർ എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻസ് കൊടുക്കാം. ഓക്കെ അതിന്റെ കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ ആണ്, ആ ഒരു പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഇതൊരു ശരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി തന്നെയാണ്, കറണ്ട് കണ്ടക്ഷൻ തന്നെയാണ്. പക്ഷെ അത് റെസിസ്റ്റൻസിന്റെ കേസിലല്ല. അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രോണിന്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിനെ കണ്ടക്ടർ ആക്കി മാറ്റുക. ഓക്കെ അതാണ് നമ്മുടെ അവിടുത്തെ ഒരു ഉദ്ദേശം, മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ട് കൊണ്ടുവരും. പക്ഷെ നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് എന്ത് പറയാം, റെസിസ്റ്റൻസ് ഒരു ഫാക്ടർ ആണെന്ന് പറയാം. ഓക്കെ റെസിസ്റ്റൻസ് അതിന്റെ ഒരു ഫാക്ടർ ആണ് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ എന്തിലോട്ട് വരണം, ആ ഒരു ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി, അതായത് ഫ്രീ ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി ഇതിൽ എന്ത് വരണം, നമുക്ക് ഈ ഒരു കറണ്ട് കണ്ടക്ഷൻ സഹായമാകുന്നു എന്നൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ അതിനെ കൊണ്ടെത്തിക്കണം. ഓക്കെ അപ്പോൾ ഇപ്പൊ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞത് തന്നെയാണ് എന്ത്, ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇസ് ലെസ് ദാൻ എൻ ഇൻസുലേറ്റർ ബട്ട് മോർ ദാൻ എ കണ്ടക്ടർ. ഓക്കെ അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണ്, സെമി കണ്ടക്ടർ ഒരു ഇൻസുലേറ്ററിനെക്കാട്ടിയും കുറവും പക്ഷേ കണ്ടക്ടറിനെക്കാട്ടി എന്തായിരിക്കും കൂടുതലും ആയിരിക്കും അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഇത് ഒന്നാമത്തെ പ്രോപ്പർട്ടി റെസിസ്റ്റിവിറ്റിയുടെ കേസാണ്. ഓക്കെ റെസിസ്റ്റിവിറ്റി. ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇതിന് ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ട്. ഓക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ എന്താണ് പറഞ്ഞുതരാം, എന്താണ് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഈ ഒരു റെസിസ്റ്റൻസ് സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വിച്ച് വിൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ഓക്കെ
റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ജെർമേനിയം ഉണ്ടല്ലോ, ജെർമേനിയം നോർമലി ലോവർ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും? ഒരു കണ്ടക്ടർ ആയിരിക്കും. ജെർമേനിയം ആക്ച്വലി ഇൻസുലേറ്റർ ആയിരിക്കും. അത് ഹയർ ടെമ്പറേച്ചറിൽ പോകുമ്പോൾ നമ്മൾ അതിന്റെ ഒന്ന് ചൂടാക്കി കൊടുക്കുവാണെങ്കിൽ, ഹീറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതവിടെ നല്ലൊരു കണ്ടക്ടർ ആയിട്ട് മാറും. പക്ഷേ നമുക്ക് ഒരു സർക്യൂട്ടിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഹീറ്റിംഗ് എഫക്റ്റ് മാത്രം വെച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബോണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബോണ്ടിങ് പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇവിടെ മനസ്സിലാവും എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഒക്കെ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടെമ്പറേച്ചർ സെൻസേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ ഫയർ അലാം, നിങ്ങളൊക്കെ സ്കൂളുകളിൽ പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫയർ അലാം, അതുപോലെ തന്നെ ഈ ലൈറ്റ് സെൻസേഴ്സ്, അത് നമ്മൾ LDR എന്ന് പറയും, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും. അപ്പോൾ അത്തരം കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് അവിടെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു PN ജംഗ്ഷന്റെ ഫാബ്രിക്കേഷൻ നമുക്ക് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇത്ര നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സെൻസേഴ്സിന്റെ ഒക്കെ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതവിടെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ബ്രൈറ്റ്നസ് ഓട്ടോ കൺട്രോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ ലൈറ്റ് കൂടുന്നതനുസരിച്ച് ഒരു ബ്രൈറ്റ്നസ് കൂടും, കുറയും. അപ്പോൾ അതൊക്കെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഡിപെൻഡന്റ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണ്. അത് നമുക്ക് അത്തരത്തിലുള്ള ഡയോഡ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലൈറ്റ് എത്രത്തോളം വരുന്നുണ്ടോ, ലൈറ്റ് ഇന്റൻസിറ്റി അനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? അവിടെ വേരി ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ കൺട്രോൾ ചെയ്യും. അതാണ് ഓട്ടോ ബ്രൈറ്റ്നസ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അതവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ വാല്യൂ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതില് ഈ ഒരു കേസ് വരെ ആണല്ലോ. നമ്മൾ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? റെസിസ്റ്റിവിറ്റിയുടെ കേസ് പറഞ്ഞു. നമ്മുടെ കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇൻ ബിറ്റ്വീൻ ആണെന്ന് പറഞ്ഞു. ഇനിയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ഒരു ഗുഡ് കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്തു. ഇനി ഇതിൽ മൂന്നാമത് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇതാണ് നമുക്കിനി ആവശ്യമുള്ളത്. അതായത് നമ്മുടെ ഈ ജെർമേനിയം, സിലിക്കൺ ഇതുപോലത്തെ മെറ്റലിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കണ്ടക്ടിവിറ്റി അവിടെ കൂടും. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? അതായത് ജെർമേനിയം, സിലിക്കൺ പോലെയുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഇംപ്യൂരിറ്റി മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആഡ് ചെയ്യുക എന്നതല്ല, പുറമേയുള്ള എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കോമ്പൗണ്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്നത് ആർസെനിക്, ഗാലിയം തുടങ്ങിയ മെറ്റൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൽ മിക്സപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് പറഞ്ഞ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയും. ഡോപ്പിംഗ് നമ്മളത് ഡിസ്കസ് ചെയ്യും. എന്താണ് ഡോപ്പിംഗ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും ഇനി വരുന്ന സെക്ഷനിൽ. അപ്പോൾ ഈ ഒരു ഡോപ്പിംഗ് പ്രോസസ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്യുന്ന ഈ ഇംപ്യൂരിറ്റീസിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ഡോപ്പന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഡോപ്പന്റ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്യുവർ ആയിട്ടിരിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മുടെ ജെർമേനിയം, സിലിക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ ആയിട്ട് ഇരിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നറിയപ്പെടാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇനി നമ്മൾ ഈ ഡോപ്പന്റ് ഒക്കെ ആഡ് ചെയ്തല്ലോ, ഡോപ്പിംഗ് പ്രോസസ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് കണ്ടക്ടിവിറ്റി കൂടിയ ഒരു സെമി കണ്ടക്ടർ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ആണോ? അപ്പോൾ ഈ 2 പോയിന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ ഇത് പഠിക്കണമെന്നില്ല, നമ്മളിനി അത് പഠിക്കും. ആ ഒരു സമയത്ത് ഡീറ്റെയിൽ നിങ്ങൾ നോക്കിയാൽ മതി. കാരണം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി നമുക്കത് വരുന്നത് എന്ത് ചെയ്യണം? അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സെമി കണ്ടക്ടേഴ്സിന്റെ 3 പ്രോപ്പർട്ടീസ് ആണ്. 2 എണ്ണം നമ്മുടെ റെസിസ്റ്റിവിറ്റിയെ ബന്ധപ്പെട്ടാണ്. 3 നമ്മൾ പറഞ്ഞ എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽസ് ആഡിങ്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു പോയിന്റ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ 3 പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇവരുടെ റെസിസ്റ്റിവിറ്റി കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ട്. അത് എവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എവിടെയാണ്? നമ്മളത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സെൻസേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് സെൻസേഴ്സ് നിർമ്മിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ് ജെർമേനിയം, സിലിക്കൺ തുടങ്ങിയ സെമി കണ്ടക്ടേഴ്സിൽ ഗാലിയം, ആർസെനിക് തുടങ്ങിയ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ചെയ്യുന്ന പ്രോസസ്സ് ഡോപ്പിംഗ് ആണ്. ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡോപ്പന്റ് ആണ്.
ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, പ്യൂർ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് ആദ്യം നമ്മുടെ ഈ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ കണ്ടക്ടിവിറ്റി റേഞ്ച് ഏകദേശം ഒരു 10⁻⁴ to 0.5 ഓംമീറ്റർ വരെയാണ് റെസിസ്റ്റിവിറ്റി റേഞ്ച് അവിടെ വരുന്നത്. ഓക്കെ, റെസിസ്റ്റിവിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ നോക്കി വെച്ചേക്കാം കേട്ടോ. ഇത്രയും പോയിന്റ് ഒന്ന് മനസ്സിൽ കറക്റ്റ് ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഇതിലൊരു പ്രിലിമിനറി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഫസ്റ്റ് സെക്ഷന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ. ഓക്കെ, ഇനി നമുക്കപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്ത് നോക്കേണ്ട ടോപ്പിക് എന്ന് വെച്ചാൽ ബോണ്ട് ഇൻ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ബോണ്ട് ഇൻ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ഈ സെമി കണ്ടക്ടർ ഡിവൈസസിൽ വരുന്ന ബോണ്ട് അറിയാലോ, കെമിക്കൽ ബോണ്ടിങ് ആണ് പറയുന്നത് കേട്ടോ. നമുക്കറിയാം ഇത്തരം എലമെന്റ്സിൽ എന്തുണ്ടാവും, അവിടെ ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, ബോണ്ടിങ് ഉണ്ടാവും. ബോണ്ടിങ് എന്ത് ചെയ്യുന്നത്, അവർ ആ ഒരു ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏതൊരു എലമെന്റ് ആയാലും ബോണ്ടിങ് വാലൻസ് ഇലക്ട്രോൺസിന്റെ ബോണ്ടിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ എലമെന്റ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആറ്റംസ് ഓഫ് എവറി എലമെന്റ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ ദ ബോണ്ടിങ് ആക്ഷൻ ഓഫ് ദ വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അതറിയാമല്ലോ, അതൊക്കെ നമുക്ക് കെമിസ്ട്രി പഠിക്കുന്നതാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഒരു ആറ്റത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള വാലൻസ് ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ബോണ്ടിങ്ങിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതിന്റെ ഒക്ടക്റ്റ് ഫില്ല് ചെയ്യണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഒക്ടക്റ്റ് ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഒരു ടെൻഡൻസിയാണ് ഇതിൽ എന്തിലോട്ട് നയിക്കുന്നത്, ബോണ്ടിങ്ങിലോട്ട് നയിക്കുന്നത്. ബോണ്ടിങ് എന്ന പ്രോസസ്സിലോട്ട് നയിക്കുന്നത് ഈ ഒരു ഒക്ടക്റ്റ് കംപ്ലീറ്റിംഗ് ചെയ്യുക. ഓക്കെ, ബോണ്ടിങ്. ഓക്കെ, ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന ആ ഒരു കേസ് ആണ് ഇതിനെ ബോണ്ടിങ്ങിലോട്ട് നയിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് പറയാം, അവിടെ ആ ബോണ്ടിങ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇതില് നമുക്ക് ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസ് വരണം. നമ്മുടെ ഈ സെമി കണ്ടക്ടേഴ്സിൽ ശരിക്കും എന്ത് ചെയ്യത്തില്ല, ഔട്ടർ മോസ്റ്റിൽ അവിടെ 8 ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തില്ല, അവിടെ നമുക്ക് കാണില്ല. ഓക്കെ, അതിന്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ കറക്റ്റ് ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസ് വേണം. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, 8 ഇലക്ട്രോൺസ് അവിടെ നമുക്ക് വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ ഡോപ്പിംഗ് എന്ന പ്രോസസ് നമ്മളവിടെ കൊടുക്കും. ഓക്കെ, ഡോപ്പിംഗ് പ്രോസസ് കൊടുത്ത് അതിന്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലൊരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുകയോ ചെയ്യും. നമുക്കത് പറഞ്ഞുതരാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഷെയറിംഗ് ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് വഴി വരുന്ന ബോണ്ട് ഏതാണ്? ഷെയറിംഗ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. ഷെയറിംഗ് ഓഫ് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. 12th സ്റ്റാൻഡേർഡിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. 11th 12th കെമിസ്ട്രിയിൽ ബാലൻസ് ഷെയറിംഗ് ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് വഴി വരുന്ന ബോണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോവാലന്റ് ബോണ്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇത്തരം സെമി കണ്ടക്ടർ ഡിവൈസസിൽ അവിടെ ഉള്ള എന്ത് ബോണ്ടാണ്, ഇത്തരത്തിലുള്ള കോവാലന്റ് ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവരെന്ന് വെച്ചാൽ എന്താണ്, മ്യൂച്വൽ ഷെയറിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ 2 ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത നാൾ എത്ര ഷെയർ ചെയ്യണം, 2 തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 4 ഷെയർ ചെയ്തെങ്കിൽ അടുത്തുള്ള എന്ത് ചെയ്യും, 4 ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. ഓക്കെ, ഈ ഒരു കോവാലന്റ് ബോണ്ട് ഈച്ച് ആറ്റം കോൺട്രിബ്യൂട്ട് ഈക്വൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, ഓരോ ആറ്റംസും എന്ത് ചെയ്യും, ഈക്വൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു ജെർമേനിയം ആണെങ്കിൽ നമുക്ക് നമ്പർ വന്നിട്ട് എത്രയാണ്, 32 ആണ്. ഓക്കെ, ജെർമേനിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുന്നു, നമുക്കവിടെ 32 ആണ് വരുന്നത്. ഓക്കെ, 32. അപ്പോൾ ജെർമേനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് വരും, ജെർമേനിയത്തിന്റെ നമ്പർ വന്ന് നമുക്ക് 32 വരുന്നു. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് വരണം, എങ്ങനെ വരും, 2 8 18 4. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റിൽ എത്ര വരുന്നു, 4 ഇലക്ട്രോൺസ് വരുന്നു. അപ്പോൾ തൊട്ടടുത്ത ആറ്റം എന്ത് ചെയ്യണം, അവിടെ 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, കംപ്ലീറ്റ് എത്ര കിട്ടും, 8 ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ജെർമേനിയം ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഓക്കെ, ജെർമേനിയം ഇവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ജെർമേനിയം ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഇതൊരു ജെർമേനിയം ക്രിസ്റ്റലാണ്. ഓക്കെ, ഒന്നാമത്തെ ജെർമേനിയം ക്രിസ്റ്റൽ ആറ്റം നമ്മൾ വരച്ചു. ഓക്കെ, ഒന്നാമത്തെ ആറ്റം. then അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ആറ്റം നമ്മളോട് വരയ്ക്കുന്നു. ഓക്കെ, നമുക്കൊരു ക്രിസ്റ്റൽ ഫോർമേഷൻ ആണ് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് ഒരു ജെർമേനിയം ക്രിസ്റ്റൽ അവിടെ ഫോം ചെയ്യുന്നത്, ഇത് ആറ്റംസ് ആണ്, ഓരോ ആറ്റംസ് ആണ് നമ്മളവിടെ വരയ്ക്കുന്നത്. ഓക്കെ, തൊട്ടടുത്ത് വേറൊരാൾ വരയ്ക്കുന്നു. ഓക്കെ, 3 വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് രണ്ടെണ്ണം ഷെയർ ചെയ്യും. ഓക്കെ, ഇത് രണ്ട് ഷെയർ ചെയ്യുന്നു, ഇത് രണ്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവർ എത്രയാവും, ഇതിപ്പോൾ ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരു അതായത് ഓരോന്ന് രണ്ടല്ല ഓരോന്ന് വിധം. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഓരോ ഇലക്ട്രോൺസ് ഇവർ തമ്മിൽ ഷെയർ ചെയ്യുന്നു. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുവാണ്,
ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവർ പരസ്പരം ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നോർമലി നമ്മൾ നോക്കുമ്പോൾ ഇവരെന്ത് ചെയ്യണം? കംപ്ലീറ്റ് ഒരു ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ? ജർമ്മനി ക്രിസ്റ്റൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഒക്ടറ്റ് എന്താണ്? അവിടെ കംപ്ലീറ്റ് ആണ്. കാരണം ഇവിടെ എത്ര ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ട്? ഇവർക്ക് ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ആറ്റത്തിനും 8 ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? അവിടെ കിട്ടുവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടലി നമുക്ക് എന്താണ്? അവരുടെ ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അവരവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് എന്ത് ചെയ്യത്തില്ല, അവിടെ ഔട്ടർ മോസ്റ്റിൽ നമുക്ക് വാലൻസ് ഇലക്ട്രോൺസ് അവൈലബിൾ അല്ല. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ നോർമലി നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അവിടെ എന്താണ് ഇവര് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, പിന്നീട് ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ ഒരു പോസിബിലിറ്റി അവിടെ വരുന്നില്ല. കാരണം ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. പിന്നെ അവർക്ക് ഇലക്ട്രോൺസ് അവിടെ കൊടുക്കാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും അവിടെ വരുന്നില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, അവർ ക്രിസ്റ്റലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്യും, അടുത്ത് എന്ത് ചെയ്യും, തൊട്ടടുത്ത അവരുടെ ബോണ്ട് ഫോം ചെയ്യും. കണ്ടോ, 4 ഇലക്ട്രോൺസ് അവരുടെ കോവലന്റ് ബോണ്ട് മ്യൂച്വൽ ഷെയറിംഗ് വഴി കോവലന്റ് ബോണ്ട് അവർ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്ത് അവരവിടെ എന്ത് ചെയ്തു, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇതാണ് സെമി കണ്ടക്ടറിൽ നടക്കുന്ന ബോണ്ടിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോണ്ടിങ് നമുക്കിനി സിലിക്കൺ നോക്കിയാൽ എന്ത് ചെയ്യാൻ കിട്ടും, ഇതുപോലത്തെ ഫിഗർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒപ്റ്റെയിൻ ചെയ്യാൻ സിലിക്കണിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കിയാലും അവർ എന്ത് ചെയ്യുന്നു ചെയ്യുവാണ്, അവിടെ ശരിക്കും എന്ത് സംഭവിക്കുന്നു, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അവർ ആ ഒരു 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആക്കി ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് റിയാക്ടിവിറ്റിയോ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയോ ഒന്നും എന്ത് ചെയ്തില്ല, അവിടെ വരത്തില്ല. അപ്പോൾ ഇത്തരം മെറ്റീരിയൽസ് ആണ് എന്ത് പറയുന്നത്, നമുക്ക് എന്ത് അറിയപ്പെടാം, ഇത്തരം മെറ്റീരിയൽസ് നമുക്ക് അവിടെ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പ്യുവറിറ്റി നോക്കുന്നതല്ല, ശരിക്കും ഏത് ബോണ്ടിങ് ആണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ, നമ്മുടെ ഒരു സെമി കണ്ടക്ടറിൽ നടക്കുന്ന എന്ത് ബോണ്ടിങ് ആണ്, ഇറ്റ് ഈസ് ഹാപ്പനിങ് എ കോവലന്റ് ബോണ്ടിങ്. കാരണം മ്യൂച്വൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ആറ്റം ഷെയർ 1 ബാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, സെൻട്രൽ ആറ്റവുമായിട്ട് ഓരോ ബാലൻസ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്ത് അവർ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഒരു കോവലന്റ് ബോണ്ടിങ് വഴി ഒരു സ്റ്റേബിൾ ആറ്റം അവിടെ ഒരു എലമെന്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ വന്ന് എന്ത് ചെയ്യും, അതൊരു ക്രിസ്റ്റൽ ആയിട്ട് മാറും. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രിസ്റ്റൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, ഈ ജെർമേനിയത്തിനെയൊക്കെ നമ്മൾ ക്രിസ്റ്റൽസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ആറ്റംസോ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നത്, ഒരു ഓർഡർ പാറ്റേണിൽ, ഓക്കെ, ഇവരൊക്കെ ഒരു ഓർഡർലി പാറ്റേണിലാണ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓർഡർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ അറേഞ്ച്മെന്റ് ആണെങ്കിൽ എന്ത് പറയാം, നമുക്കതിനെ ക്രിസ്റ്റൽസ് എന്ന് പറയാം. ഓക്കെ, ക്രിസ്റ്റൽസ് ആൻഡ് ക്രിസ്റ്റൽ ലാറ്റിസ് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിലിക്കൺ ക്രിസ്റ്റൽസ്, ജെർമേനിയം ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പോൾ ബോണ്ടിങ് ഫോം ചെയ്യുന്നു. ബോണ്ടിങ് ഫോം ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആവുന്നു. സ്റ്റേബിൾ ആയ ഇവർ തന്നെ എന്ത് ചെയ്യുന്നു, ഓർഡർലി അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും, ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ഓക്കെ, പെർഫെക്റ്റ് ഷേപ്സ് ആണെങ്കിൽ അത് ക്രിസ്റ്റൽസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്തറിയപ്പെടാം, ഈ ഒരു ജെർമേനിയം നമ്മൾ ആകെ പറയുന്നത് എന്തെന്നാണ്, ജെർമേനിയം ക്രിസ്റ്റൽസ് എന്നാണ്. ഓക്കെ, ആ ഒരു ടോപ്പിക്ക് മനസ്സിലായല്ലോ, എന്നറിയപ്പെടുന്നു ജെർമേനിയം ജെർമേനിയം ക്രിസ്റ്റൽസ്. അപ്പോൾ എന്തുകൊണ്ട് ജെർമേനിയത്തിനെ ക്രിസ്റ്റൽസ് എന്ന് അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയാം, ബിക്കോസ് അവരെന്താണ്, ഓർഡർലി അറേഞ്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഡർ പാറ്റേണിലാണ് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ദ ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് മിക്കതും എന്തായിരിക്കും, ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന എല്ലാ സെമി കണ്ടക്ടേഴ്സിനും അവിടെ സ്ട്രക്ചർ എന്തായിരിക്കും, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോണ്ടിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ബോണ്ടിങ് എന്താണ്, കോവലന്റ് ബോണ്ടിങ് ആണ്. ബോണ്ടിങ് ഡയഗ്രാം ഇതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഇത് കോവലന്റ് ബോണ്ടിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ബോണ്ടിങ് ഡയഗ്രാം ആണ് പറയുന്നത്, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ജെർമേനിയം, ഇവിടെ എന്ത് വരും, ഇവിടെയും ജെർമേനിയം വരും, ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് ജെർമേനിയം വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സൈഡിൽ ജെർമേനിയം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജെർമേനിയം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയപ്പെടാം, ഇതിനെ കോവലന്റ് ബോണ്ടിങ് ആണെന്ന് അറിയാം. ഇത് അവിടുത്തെ എന്താണ്, ബോണ്ടിങ് ഡയഗ്രാം ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, കോവലന്റ് ബോണ്ടിങ്. ഇനി ഇതില് നമുക്ക് ഈ ഒരു കേസിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇന്ന് നമുക്ക് ജെർമേനിയം അതുപോലെ തന്നെ സിൽക്കനെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഓക്കെ, ഇതിപ്പോൾ ബോണ്ടിങ് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ആ ജെർമേനിയം വരുന്നതെന്നും ജെർമേനിയത്തിന്റെ ബോണ്ടിങ്ങും ക്രിസ്റ്റൽസ് നമ്മുടെ സിൽക്കന്റെ ബോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അറിയപ്പെടണം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ഒന്നുകൂടി പറയുവാണ്, നമ്മൾ ഈ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ്, ജെർമേനിയവും അതുപോലെ തന്നെ സിലിക്കണും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ
യൂസ് ചെയ്യുന്നത്. ഓക്കെ. ജെർമേനിയം, സിലിക്കണും. കാരണം ഇവരുടെ ഈ ഒരു കോവാലന്റ് ബോണ്ടിങ് ബ്രേക്ക് ചെയ്യേണ്ട എനർജി വളരെ കുറവായിരിക്കും. ഓക്കെ. അതായത് ഒരു വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോൺസിനെ ബ്രേക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് എടുക്കാൻ വേണ്ടി വരുന്ന എനർജി റിലീസ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന എനർജി എന്തായിരിക്കും? വളരെ കുറവാണ് ഈ 2 കേസിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജെർമേനിയം കൂടുതൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ജെർമേനിയവും സിലിക്കണും. ജെർമേനിയത്തിനാണെങ്കിൽ ആ ഒരു ബോണ്ടിങ് എനർജി എന്ന് പറയുന്നത് ഏകദേശം ഒരു 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എത്രയാണ്? 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി സിലിക്കൺ ആണെങ്കിൽ വന്നിട്ട് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് കൺഫ്യൂഷൻ ആക്കല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി അടുത്തൊരു 0.7 വോൾട്ടും ഒരു 0.3 വോൾട്ടും കൂടെ പഠിക്കും. ഓക്കെ. അത് 3 വോൾട്ടും 0.7 വോൾട്ടും ആണ്. അത് നമ്മുടെ നീ വോൾട്ടേജസ് ആണ്. ഓക്കെ. അത് ഇതിൽ വരുന്ന ടോപ്പിക് തന്നെയാ. പക്ഷെ അത് വേറൊരു കേസാണ്. നിങ്ങൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ ബോണ്ടിങ് പഠിച്ചല്ലോ. ഈ ഒരു ബോണ്ടിൽ നിന്നും ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന കോവലന്റ് ബോണ്ടിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമായ എനർജിയാണ് 0.7 വോൾട്ട് ഫോർ ജെർമേനിയവും 1.1 ഇലക്ട്രോൺ വോൾട്ട് ഫോർ സിലിക്കണും എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു ബോണ്ടിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ അതാണ്. ഇനി ഞാൻ അടുത്ത് പറഞ്ഞ ആ ഒരു നീ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ, അതായത് നമ്മുടെ ഒരു ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ നമ്മുടെ ഈ പി-എൻ ജംഗ്ഷൻ ഫോർമേഷനിലൂടെ വരും. ഓക്കെ. അതൊക്കെ എന്താണ് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന ടേം ആണ് 0.7 വോൾട്ട് 0.3 വോൾട്ട്. ഓക്കെ. ഞാൻ അവിടെ അത് പറയുന്ന സമയത്ത് ഇതുകൂടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവത്തില്ല. ഓക്കെ. കാരണം അത് വൺ വേർഡ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ മാത്രമല്ല, അല്ലാതെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ അങ്ങനത്തെ കേസിലൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു വാല്യൂസ് ആണ് ഈ 0.7 0.1 എന്ന് പറയുന്നതും അവിടുത്തെ ആ ഒരു 0.3 0.7 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു സമയത്ത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമ്മളിപ്പോൾ ഇത്രയാണ് നോക്കുന്നത്. നമുക്കിനി ഇതിൽ ഒരു ജെർമേനിയത്തെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. നമുക്കത് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്? നമ്മൾ ആദ്യം സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ. എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് മീൻസ് എന്താണ്? നോർമലി നമ്മൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? Semiconductors are the material whose resistance lies between conductor and insulator. ഓക്കെ. അത് റെസിസ്റ്റൻസിന്റെ പ്രോപ്പർട്ടി വെച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? നമ്മൾ അതിൽ ആ ഒരു ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് ഇതിന്റെ കണ്ടക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കോപ്പറിന്റെയും അതുപോലെ നമ്മുടെ ഈ ഒരു ജെർമേനിയത്തിന്റെയും നമ്മുടെ ഗ്ലാസിന്റെയൊക്കെ റെസിസ്റ്റിവിറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്തും റെസിസ്റ്റൻസ് അവിടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് കറണ്ട് കണ്ടക്ഷൻ എന്ത് ചെയ്യാൻ ഈസിലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമതൊരു പ്രോപ്പർട്ടി പറഞ്ഞു. അതാണ് ഇതിലോട്ട് എന്ത് ആഡ് ചെയ്യുക? ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്പന്റ് എന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഡോപ്പിംഗ്. ഓക്കെ. ആർസെനിക്, ഗാലിയം തുടങ്ങിയ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ ഡിപെൻഡൻസി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് എന്നൊരു കണ്ടീഷൻ പറഞ്ഞു. അതെന്താണ് പറയുന്നത്? ദാറ്റ് ഷോസ് the resistance value decreases sorry the resistance value decreases as the temperature increases. ഓക്കെ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് വാല്യൂ അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ടോപ്പിക് ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ ആ ഒരു 3 പോയിന്റ്സ് ഓർത്ത് വെക്കുക. പിന്നീട് നമുക്ക് വരുന്ന ആ ഒരു ബോണ്ടിങ് സെമി കണ്ടക്ടേഴ്സാണ്. സെമി കണ്ടക്ടേഴ്സിൽ വരുന്ന ബോണ്ടിങ്. അപ്പോൾ എത്ര ബോണ്ടിങ് വരുന്നുണ്ട്? നമുക്ക് കോവലന്റ് ബോണ്ടിങ് ആണ് വരുന്നത്. കാരണം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവണം. അതാണ് ഒക്ടറ്റ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? മ്യൂച്വൽ ഷെയറിംഗ് വഴി കോവലന്റ് ബോണ്ട് ഫോം ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എലമെന്റ്സ് ആ ഒരു ഒക്ടറ്റ് കംപ്ലീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നോർമലി സെമി കണ്ടക്ടറിന്റെ ഒക്ടറ്റ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ജെർമേനിയം ആയാലും നമ്മുടെ സിലിക്കൺ ആയാലും സിലിക്കന്റെയും ജെർമേനിയന്റെ ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സോ അവർ ഒക്ടറ്റ് എന്തായിരിക്കും? അവിടെ ഈ ഒരു കോവലന്റ് ബോണ്ട് വഴി കംപ്ലീറ്റ് ആയിരിക്കും. പിന്നെ അവർ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ എല്ലാം ഒരു ഓർഡേർഡ് സ്ട്രക്ചർ ആണ്. ഓർഡേർഡ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. സോ നമ്മുടെ എല്ലാ സെമി കണ്ടക്ടർ മെറ്റീരിയൽസും എന്താണ്? ക്രിസ്റ്റൽസ് ആണ്. ഓക്കെ. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആർ ക്രിസ്റ്റൽസ്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ജെർമേനിയം ക്രിസ്റ്റൽ, സിലിക്കൺ ക്രിസ്റ്റൽസ് എന്നൊക്കെ അവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പറയേണ്ട വേറൊരു കേസ് കൂടി. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ജെർമേനിയവും സിലിക്കണും ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവരെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോൺസിനെ റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം 0.7 ഇലക്ട്രോൺ വോൾട്ടും
1.1 ഇലക്ട്രോൺ വോൾട്ട് എന്ത് ചെയ്താൽ മതി, നമ്മളവിടെ സപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത്രയും വാല്യൂസ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്രയും വോൾട്ടേജ് സപ്ലൈ ചെയ്ത് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിമൂവ് ചെയ്താൽ നമുക്ക് ഡോപ്പിംഗ് പ്രോസസ് ഒക്കെ അവിടെ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് ജെർമേനിയത്തിന്റെയും ക്രിസ്റ്റൽസിന്റെയും ബോണ്ടിങ് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അതായത് അതിന്റെ ഓർബിറ്റൽ ഇതും അതുപോലെ തന്നെ നമുക്ക് അതിന്റെ എങ്ങനെയാണ് അതിൽ നമുക്ക് ഡോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പോസിബിലിറ്റീസ്. ഓക്കെ, എത്ര ഇലക്ട്രോൺസ് നമ്മളവിടെ ആഡ് ചെയ്യണം എന്ന കേസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നോക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ പിന്നീട് നോക്കുന്ന ടോപ്പിക്കാണ് ഇതിന്റെ ബാൻഡ് റെപ്രസെന്റേഷൻ. ഓക്കെ, അതായത് നമ്മുടെ സിൽക്കന്റെയും ജെർമേനിയത്തിന്റെയും ബാൻഡ് റെപ്രസെന്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.